പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നോമ്പ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും കാരണവശാൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മടുപ്പ് തോന്നരുത്. നമ്മൾ വീണ്ടും ആരംഭിക്കണം. എവിടെയെങ്കിലും ഒന്ന് വീണ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴ്ത്തദോഷത്തിൽ വീണു, അയ്യോ എല്ലാം നശിച്ചു എന്ന രീതിയിൽ നിന്നേക്കരുത്. വീണ്ടും വീണാലും എഴുന്നേൽക്കാനുള്ള ഒരു മനോധൈര്യം നമുക്ക് എത്രമാത്രമുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അത് അത്യന്താപേക്ഷിതമാണ്. യോഹന്നാൻ സുവിശേഷം 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരങ്ങളെ, ഒരു സഹോദരനെ എൻ്റെ അടുത്ത് കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം എടുത്ത ഒരു വലിയൊരു നോമ്പിലെ, ഇപ്പോഴത്തെ മുമ്പത്തെ ഒരു നോമ്പിൽ അദ്ദേഹം എടുത്ത ഒരു ആഗ്രഹമാണ്, എൻ്റെ ഭാര്യയും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം കുറേ കൂടി, നമുക്കറിയാലോ അമ്മായിയമ്മയും ജീവിത പങ്കാളിയും തമ്മിൽ എപ്പോഴും സാധാരണ രീതിയിൽ ഒരു ക്ലാഷ് ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ്. ശരി, അങ്ങനെ പുള്ളി ശരിക്കും കഷ്ടപ്പെട്ട് ഒരു 50 നോമ്പാണ്, ത്യാഗങ്ങളെടുത്ത് പരിഹാരം ചെയ്ത്, അപ്പോൾ ആദ്യത്തെ 10 ദിവസമൊക്കെ ഭയങ്കര റിസൾട്ട് നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു 40 ദിവസം കഴിഞ്ഞ് 41ാമത്തെ 42ാമത്തെ ദിവസത്തിൽ ഒടുക്കത്തെ കലഹം അവർ തമ്മിൽ. ഒരു മനുഷ്യൻ പറയുന്നു, എൻ്റെ ശരിക്കും മനസ്സൊക്കെ ആകെ ദുർബലപ്പെട്ട് പോയച്ചാ, ഞാൻ പിന്നെ എൻ്റെ ഒരു പ്രത്യേക തഴക്കദോഷം ഉണ്ട്, അതിൽ പോണേക്കാളും മുമ്പ് തന്നെ ഞാൻ സംസാരിച്ച അച്ഛൻ പറഞ്ഞു, മോനെ നമ്മൾ അങ്ങനെ വീഴരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ നോമ്പെടുത്താലും ചില മേഖലകളൊന്നും അങ്ങനെ വിട്ടുപോയില്ല എളുപ്പത്തിൽ. അപ്പോൾ നമ്മൾ നഷ്ടധൈര്യരാവരുത്. ഇന്ന് ചെയ്തതാണ് ശരിയായ രീതി, ഒന്ന് കുമ്പസാരിച്ചില്ലേ, അതുപോലെ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നോമ്പും പ്രാർത്ഥനകളും, ചിലപ്പോൾ നമ്മളുടെ ഒരു തഴക്കദോഷമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലത്തെ നേരത്തെ ഈ മകൻ വിചാരിച്ചതുപോലെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ വിചാരിച്ച രീതിയിൽ ഫലം വരുന്നില്ലല്ലോ കർത്താവേ എന്ന് വിചാരിച്ച് നമ്മൾ നഷ്ടധൈര്യരാകരുത്. ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഈശോ പറയണതാണിത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കണ്ട, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും കർത്താവിൻ്റെതായ ഒരു സമയമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇടപെടാൻ കർത്താവിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്തിന് കാത്തിരിക്കാൻ വേണ്ട കൃപയാണ് നമ്മൾ ശരിക്കും ചോദിച്ച് വാങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യാഴാഴ്ച ദിനത്തിൽ വലിയൊരു ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.